അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അവർക്ക് അള്ളാഹിനെ ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് അവരെയും ഇഷ്ടമാണ്. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. ആദ്യം അള്ളാഹ് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു, വയുഹിബ്ബൂനഹു, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നു. ഒരു മഹാൻ്റെ വാക്കുണ്ട്, ഒരടിമ അയാളുടെ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിച്ചാൽ അള്ളാഹു അവൻ്റെ അടിമകളെ കൊണ്ട് ഹൃദയം അവനിലേക്ക് തിരിയും, എല്ലാ അടിമകളും അവൻ ഇഷ്ടപ്പെടും എന്ന്. അള്ളാഹുവിലേക്ക് ഒരാൾ ഹൃദയം തിരിച്ചു വെച്ചാൽ അള്ളാഹു അയാളിലേക്ക് ഹൃദയം തിരിച്ചു വെക്കും. പക്ഷെ ആരെ ഹൃദയം തിരിച്ചു വെക്കുക? അവൻ്റെ അടിമകളുടെ ഹൃദയം, മുഅ്മിനീങ്ങളുടെ ഹൃദയം. അങ്ങനെ ആ മുഅ്മിനീങ്ങളൊക്കെ വെറുതെ ഇയാളോട് ഇഷ്ടം വെക്കും. ഒന്നും ഉണ്ടായിട്ടില്ല, വെറുതെ ഒരു ഇഷ്ടം. അള്ളാഹു അങ്ങനെയുള്ള വിഭാഗത്തിൽ നമ്മൾ പെടുത്തി തരട്ടെ. ഇമാം ഖസാലി റഹിമഹുല്ലയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ മഹബ്ബത്ത്, ഷൗക്ക്, ഉൻസ്, റിള എന്നൊക്കെ പറയുന്ന 6ാമത്തെ കിതാബാണ് നമ്മളിവിടെ ചർച്ചക്കെടുക്കുന്നത്, പഠിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലിയ വലിയ ആളുകളൊക്കെ ഈ കിതാബ് ഓതാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്, ഈ ഇഹ്യ എന്നുള്ള മഹബ്ബത്തിൻ്റെ പാഠം. കാരണം അള്ളാഹുവിനോടല്ലേ നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാകേണ്ടത്. അള്ളാഹുവല്ലേ നമ്മളെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും. അള്ളാഹുവല്ലേ ഈ ദീന് തന്നതും അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് അയച്ചു തന്നതും. അള്ളാഹുവല്ലേ ഖുർആൻ ഇറക്കിയത്. അവനല്ലേ നമുക്ക് വേണ്ടി ആകാശഭൂമികളൊക്കെ സംവിധാനിച്ചത്. മറ്റാരേക്കാളും നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹു താലാക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിലോ രക്ഷപ്പെട്ടില്ലേ? നിങ്ങൾക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്ക് എന്തെങ്കിലും പ്രയാസം വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടാവുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത്, നിങ്ങൾക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുമോ? ഉണ്ടാവില്ല, ഉറപ്പാണ്. അയാൾക്ക് വേണ്ടി എന്തും നമ്മൾ ചെയ്തു കൊടുക്കും. അയാളെ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കും. അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമുണ്ടോ അല്ലേ? നമുക്കെങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് അള്ളാഹിനോട് ഇഷ്ടമുണ്ടോ അല്ലേ എന്നെങ്ങനെ നമുക്ക് അറിയാൻ പറ്റുക? ഇഷ്ടമുണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ ഇഷ്ടം ഉണ്ടാക്കുക? ഇതൊക്കെ പഠിക്കണമല്ലോ. നമ്മൾ കുറച്ച് ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിൻ്റെ പ്രാധാന്യത, അവർക്കുള്ള പദവി എന്താണ്. ഇമാം ഖസാലി റഹ്മഹുല്ലാഹ് ഒരു ആമുഖം ഉണ്ടായിന്, അൽഹംദുലില്ലാഹി ലി നസ്സല ഖുലൂബ ഔലിയാ ഇൽതിഫാതി ലാ സുഖ്റഫി ദുനിയാ വനദറതി. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഹൃദയം ദുനിയാവിലേക്ക് നോക്കുന്നതിൽ നിന്ന് പരിശുദ്ധനാക്കി അള്ളാഹുവിന് സർവസ്തുതി. അള്ളാഹിൻ്റെ ഹദറത്തിലേക്ക് മാത്രം നോക്കാൻ മാത്രം ഹൃദയശുദ്ധീകരണം നൽകിയ അള്ളാഹുവിന് സർവസ്തുതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആമുഖം. അത് കഴിഞ്ഞിട്ട് അൽ മഹബ്ബത്തു ലില്ലാഹി അൽ ഗായത്തുൽ ഖുസ്വാ മിനൽ മഖാമാത്ത് വദ്ദിർവത്തുൽ ഉലിയാ മിനൽ ദറജാത്ത്. ഒരടിമക്ക് ഒരുപാട് പദവികളുണ്ട്. അതിൽ ഏറ്റവും വലിയ പദവി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അയാളെ അമലൊക്കെ കുറഞ്ഞിരിക്കാം, പക്ഷെ ഹൃദയത്തിൽ അള്ളാഹുവിനോട് മഹബ്ബത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരാളുടെ ഒരടിമയുടെ ഏറ്റവും വലിയ പദവി. ഈ മഹബ്ബത്തിൻ്റെ ബാക്കിയാണ് ഷൗക്ക്, ഉൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, റിള എന്നൊക്കെ പറയുന്നത്. റളിയല്ലാഹു അൻഹും വറദുവൻ. അള്ളാഹു അയാളെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അതൊക്കെ മഹബ്ബത്തിൻ്റെ പിന്നാലെ വരുന്നതാണ്. മഹബ്ബത്തിനെ തുടർന്ന് വരുന്നതാണ് തൗബ, ക്ഷമ, ദുനിയാവിനോടുള്ള പരിത്യാഗം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മഖാമുകളും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ കയറിപ്പോകുന്ന, അള്ളാഹിൻ്റെ ഇഷ്ടക്കാർ കയറിപ്പോകുന്ന എല്ലാ മഖാമുകളും മഹബ്ബത്തിൻ്റെ താഴെയാണ്.
അപ്പോൾ അള്ളാഹിനോട് ഇഷ്ടം വെക്കുക എന്നുള്ളത് ഓരോരുത്തർക്കും നിർബന്ധമായ കാര്യമാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അൽ-ഉമ്മത്തു മുജ്മിഅത്തുൻ അലാ അന്നൽ ഹുബ്ബ ലില്ലാഹി വ റസൂലിഹി ഫർദുൻ. അള്ളാഹുവിനോടും റസൂലിനോടും ഇഷ്ടം ഉണ്ടാകുക എന്നുള്ളതാണ് ദീനിൽ നിർബന്ധമായ കാര്യമാണ് എന്നതിൽ ഈ ഇസ്ലാമിൽ തർക്കമില്ല. അപ്പം എങ്ങനെ ഉണ്ടാക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ ഓതി തുടക്കത്തിൽ സൂറത്തുൽ മാഇദയിൽ 54-ാമത്തെ ആയത്ത്, യുഹിബ്ബുഹും വ യുഹിബ്ബൂന. അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു, വ യുഹിബ്ബൂനഹു അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നു. വേറെ ആയത്ത് നോക്കൂ നിങ്ങൾ, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹുവിനോട് പെരുത്ത് ഇഷ്ടമാണ്. നമുക്കത് ഉണ്ടോയെന്ന് ഓരോരുത്തരും ചോദിക്കേണ്ടതാണ്. ഇഷ്ടം നമുക്ക് അറിയാലോ. ഇപ്പോൾ നമ്മളെ ഭാര്യമാരോട് നമുക്ക് ഇഷ്ടമല്ലേ, നമ്മുടെ മക്കളോട് നമുക്ക് ഇഷ്ടമല്ലേ, നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് ഇഷ്ടമല്ലേ? അങ്ങനത്തെ ഒക്കെ ഒരു ഫീലിംഗ് നമുക്ക് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തോന്നുന്നുണ്ടോ? ഒരാൾ വന്നിട്ട് അബൂ റസീനുൽ അഖീലി റഹിമഹുല്ല വന്നിട്ട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലേ മൽ ഈമാൻ, ഈമാൻ കാരണം എന്താണ് ചോദിച്ചു. അപ്പോൾ നബി പറഞ്ഞ മറുപടി, അയ്യക്കൂൻ അല്ലാഹു റസൂലു അഹബ്ബ ഇലൈക മിമ്മാ സിവാഹുമാ. മറ്റുള്ള വസ്തുക്കളെക്കാളൊക്കെയും അള്ളാഹുവും റസൂലും നിനക്ക് ഇഷ്ടമാവുക. മറ്റെല്ലാ വസ്തുക്കളെക്കാളും അള്ളാഹു റസൂലും ഇഷ്ടമാകലാണ് ഈമാൻ. കേട്ടില്ലേ? അപ്പോൾ ഇത് വളരെ അത്യാവശ്യം കാര്യമല്ലേ, ഇത് പഠിക്കേണ്ട സംഗതി തന്നെയല്ലേ. വേറെ ഹദീസ് നോക്കുങ്ങൾ, ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന അല്ലാഹു വറസൂലു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. നിങ്ങളാരും മുഅ്മിനാകൂല, അള്ളാഹുവും റസൂലും എന്താവണം? അവർ രണ്ടുപേരും അല്ലാത്തവരെക്കാൾ ഇഷ്ടപ്പെട്ടവരാ. മറ്റുള്ള അവർ രണ്ടുപേരും അല്ലാത്ത എന്തൊക്കെ ഉണ്ടോ, ദുനിയാവോ ഭാര്യയോ മക്കളോ, അതിനേക്കാളൊക്കെ ഇഷ്ടം അള്ളാഹു റസൂലാകുന്നവരെ നിങ്ങൾ സത്യവിശ്വാസികളാകൂല. വേറെ ഹദീസുകൾ കേട്ടിട്ടില്ലേ? ലാ യുഅ്മിനുൽ അബ്ദു ഹത്താ യകൂന ഹബ്ബ ഇലൈഹി മിൻ അഹ്ലിഹി വമാലിഹി വന്നാസി അജ്മഈൻ. ഒരടിമ മുഅ്മിനാകൂല. റസൂലുള്ളാഹി പറയാണ്, ഞാനായിരിക്കണം അവൻ ഇഷ്ടപ്പെട്ടവൻ, അവൻ്റെ കുടുംബത്തേക്കാൾ, അവൻ്റെ സ്വത്തിനേക്കാൾ, മറ്റ് എല്ലാ ജനങ്ങളെക്കാൾ, രാഷ്ട്രീയ മത നേതാക്കന്മാരെക്കാളൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, എന്നോട് ഇഷ്ടമാകുന്നവരെ ആരും മുഅ്മിനാകൂല, ഒരാളും മുഅ്മിനാകൂല. വമിൻ നഫ്സിഹി, സ്വന്തം ശരീരത്തെക്കാളും. ഖുർആനിലെ ആയത്ത് കണ്ടില്ലേ നിങ്ങൾ? നബിയെ നിങ്ങൾ പറയണം, ഉമ്മത്തിനോട് പറയാൻ വേണ്ടി അള്ളാഹു റസൂല് പറയാണ്, അള്ളാഹു ഖുർആനിൽ പറയാണ്, നിങ്ങളെ വാപ്പമാരാണെങ്കിൽ അബ്നാഉക്കും, നിങ്ങളെ മക്കളോ നിങ്ങളെ സഹോദരങ്ങളോ ഒക്കെ സങ്കല്പിച്ചോടെ. ഓരോരുത്തർക്കുള്ള മക്കളെ സങ്കല്പിച്ചോ. നിങ്ങളെ വാപ്പമാർ എത്ര ഇഷ്ടപ്പെട്ടവരാ, നിങ്ങളെ മക്കള്, നിങ്ങളെ സഹോദരങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദരിമാർ, വാസ്വാജുക്കും, നിങ്ങളെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളെ കുടുംബം, തറവാട് കുടുംബം, പാമ്പാല് നിഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിച്ച് സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്ത്. ആർക്കും അതിനോട് ഇഷ്ടമല്ലാത്ത. വതിജാറത്തും തഖ്ശൗന കസാദഹ, നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടുപോകുന്ന നിങ്ങളുടെ ബിസിനസ്സും കച്ചവടവും നഷ്ടം വരുമെന്നാണ് നിങ്ങൾ ആകെ ഭയപ്പെടുന്നു. ഒരാൾ കച്ചവടം ചെയ്യുമ്പോൾ ഒരാൾ ആകെ ഭയപ്പെടുന്നത് നഷ്ടം വരരുതേന്നാ. അങ്ങനെയുള്ള മസാക്കിനും തെറുലോനഹ, നിങ്ങളെ വീട് ഒക്കെ അള്ളാഹു നിങ്ങളെ ഇങ്ങനെ സംബോധന ചെയ്യാൻ കാരണം ഓരോരുത്തരും അവരെ സ്വന്തം കാര്യം ആലോചിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, മക്കള്, സഹോദരങ്ങൾ, വാപ്പാര്, കുടുംബം, അങ്ങനെ പറയാതെ നിങ്ങളെ കുടുംബം, നിങ്ങളെ എന്ന് പറഞ്ഞ് ഓരോരുത്തരും അവരെ കുടുംബത്തിലേക്ക് നോക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ വീട് എത്രമാത്രം ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങളുടെ വീട്ടിൻ്റെ ചുമരിൽ ഒരു ചളി പുരണ്ടാൽ എത്രമാത്രം അസ്വസ്ഥ നമുക്കുണ്ടാകും. നമ്മുടെ ഒരു വീട് എത്രമാത്രം വൃത്തിയിലാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത്. ഇതൊക്കെ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ, ജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ, ഫതറബ്ബസൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ കാത്തുകൊള്ളുക. ഹത്താ യഅ്തി അല്ലാഹു ബിഅംരിഹി, അള്ളാഹു അവൻ്റെ കൽപ്പനയെ കൊണ്ടുവരുന്നത് വരെ, അവൻ്റെ ശിക്ഷ കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തുന്നു. അള്ളാഹിൻ്റെ അദാബ് വരും. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, സൽപാന്താവിൽ നിന്ന് തെറ്റി സഞ്ചരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കൂല. അള്ളാഹു റസൂലായിരിക്കണം ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പം എത്ര ആയത്തപ്പം ഞാൻ പറയേണ്ടത് നിങ്ങളോട്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതൊരു ഭയങ്കരമായ വേറെ ഹദീസ് കാണാം നിങ്ങൾക്ക്.
അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹബത്ത് കൊണ്ട് പറയാൻ കാരണം എന്താ അറിയോ? അഹിബ്ബുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടണം. ലിമാ യഗ്ദൂക്കും ബിഹി മിൻ നിഅമിഹി, അള്ളാഹു നിങ്ങൾക്ക് ഇങ്ങനെ അവൻ്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ കോരിച്ചൊരിഞ്ഞ് തരുന്നതിൻ്റെ പേരിൽ. വാഹിബൂനി എന്നാണ് റസൂൽ പറയാണ്, അള്ളാഹു നിങ്ങൾക്ക് നേരം വെളുക്കുമ്പോൾ, വൈകുന്നേരം, ഉച്ചക്ക്, രാത്രി, ഉറങ്ങുമ്പോൾ, കിടക്കുമ്പോൾ ഭക്ഷണം, വസ്ത്രം, വെള്ളം, താമസം, കാറ്റ്, വെളിച്ചം, പ്രകാശം, സൂര്യൻ, ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓരോരോ സമയത്തും മുട്ടാതെ തന്നുകൊണ്ടിരിക്കല്ലേ. അതിൻ്റെ പേര് നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടണം. മുത്തുനബി പറയാണ്, വാഹിബൂനി ഹുബ്ബില്ലാഹിയായ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം, കാരണം അള്ളാഹ്ക്ക് എന്നോട് ഇഷ്ടമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, നബിയെ അള്ളാഹു റസൂൽ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് കാരണം ഒരിക്കൽ. അപ്പോൾ നബി പറഞ്ഞു, ഇസ്താഇദ് അൽ ഫഖർ, എന്ന ദാരിദ്ര്യം വരും അതിന് വേണ്ടി കാത്തിരുന്നോ എന്ന് പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂലെ എനിക്ക് അള്ളാഹിനോട് ഇഷ്ടമാണ് കാരണം. എന്നാൽ പിന്നെ പരീക്ഷണങ്ങൾ വരും, കാത്തിരുന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി ഇസ്ലാം റൂഹ് പിടിക്കാൻ വേണ്ടി ചെന്നൊരു കഥ ഉണ്ട്. ഇബ്രാഹിം നബി റൂഹ് പിടിക്കാൻ വേണ്ടി ആര് ചെന്നു? മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി ഇസ്ലാമുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചു, അല്ല ഇഷ്ടക്കാരൻ മരിപ്പിക്കുകയോ ചോദിച്ചു. ഹൽ റഅയ്ത ഖലീലൻ യുമീതു ഖലീലഹു, അള്ളാഹ്ക്കിനോട് ഭയങ്കര ഇഷ്ടമല്ലേ, ഞാൻ അള്ളാഹിൻ്റെ ഖലീലല്ലേ, അള്ളാഹിൻ്റെ ഖലീൽ എങ്ങനെയാണ് അള്ളാഹിൻ്റെ ഖലീലിനെ മരിപ്പിക്കുകയോ ചോദിച്ചു. അപ്പോൾ അള്ളാഹു വഹി നൽകി, അല്ല ഒരു മുഹിബിനെ കാണാൻ ഇഷ്ടപ്പെടാതിരിക്കുമോ? മുഹിബിനെ കാണാൻ ഇഷ്ടപ്പെടാതിരിക്കുമോ? അള്ളാഹുൻ്റെ ഖലീലാണ് ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പക്ഷേ ഇഷ്ടക്കാരനാണല്ലോ. അപ്പോൾ ഇഷ്ടക്കാരനായ പടച്ചോൻ ഇബ്രാഹിം നബിനെ നേരെ കാണാൻ പൂതി ഉണ്ടാവൂലേ? അങ്ങനെയാണെങ്കിൽ റൂഹ് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അസ്രായിൽ അലൈഹി സ്വലാമിനോട് റൂഹ് പിടിക്കാൻ വേണ്ടി പറഞ്ഞു വന്നു. ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അയാൾ പെട്ടെന്ന് അള്ളാഹിൻ്റെ അടുത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുക. കാരണം അള്ളാഹിനോട് മഹബത്ത് ഉണ്ടാവും. എനിക്ക് പടച്ചോൻ്റെ അടുത്തേക്ക് എത്തണം, എൻ്റെ മുഹിബിൻ്റെ അടുത്തേക്ക് എത്തണം എന്നാണ്. ഗൾഫിലൊക്കെ പോയാൽ നമ്മളെപ്പോഴും ആഗ്രഹിക്കൂലേ, മക്കളുടെ അടുത്തേക്ക് എത്തണം, ഭാര്യൻ്റെ അടുത്തേക്ക് എത്തണം. ഭാര്യ ആഗ്രഹിക്കും ഭർത്താവ് വരണം, മക്കൾ വരണം. അത് മഹബത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ നമുക്ക് അള്ളാഹിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകണം, അള്ളാഹിനെ കാണണം എന്നുള്ള ഇഷ്ടം വരുന്നുണ്ടോ? എന്തെങ്കിലും ഇഷ്ടമുണ്ട്. ഞാനിന്ന് ദ്വാരുന്നൊരു ദ്വാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, അല്ലാഹുവേ നിൻ്റെ റസൂൽ പഠിപ്പിച്ച ദ്വാ, അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ച ദ്വാ. അല്ലാഹുവേ നിൻ്റെ ഇഷ്ടം എനിക്ക് തരണം. വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ ആരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അവരോടുള്ള ഇഷ്ടമൊക്കെ എനിക്ക് തരണം. വഹുബ്ബ അമലി യുഖർരിബുനി ഇലാ ഹുബ്ബിക, നിൻ്റെ ഇഷ്ടമുണ്ടാക്കുന്ന അമലുകളോടുള്ള ഇഷ്ടം തരണം. എൻ്റെ ഇഷ്ടം, എന്നെ ആരൊക്കെ മഹബത്തൊക്കെ ഉണ്ട്, അള്ളാഹിൻ്റെ റസൂൽ അടക്കം സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരോടുള്ള മഹബത്ത് ഇഷ്ടം എനിക്ക് തരണം. മാത്രമല്ല നിൻ്റെ ഇഷ്ടത്തിലേക്ക് എന്നെ എത്തിക്കുന്ന അമലുണ്ടല്ലോ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ചില അമലുണ്ട്. ആ അമൽ ചെയ്യുമ്പോഴാണ് അള്ളാഹ്ക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടം ഉണ്ടാവുക. ആ അമലിലേക്ക് നമ്മൾ എത്തിക്കണം. ഇനി വേണം ഹദീസ്, ഒരു ആറാബി ഒക്കെ നിങ്ങൾ കേട്ട ഹദീസാണ്, പക്ഷേ നമ്മൾ മറന്നുപോയി. ഒരു അറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നേരത്ത് വന്നു. അള്ളാഹു റസൂലെ ഖിയാമത്ത് എപ്പോഴാണ് ചോദിച്ചു. അപ്പോൾ നബി ചോദിച്ചൊരു ചോദ്യം എന്താ? അതാണ് ചോദിച്ചത്. അല്ല ഖിയാമത്ത് ഇപ്പോൾ ഡേറ്റൊക്കെ അറിയാൻ എന്താ ധൃതി, അവിടെ പോകണ്ടേ, അതിനെന്താ പ്രിപ്പറേഷൻ എന്താ ഉണ്ടായിട്ടുള്ളത്, തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് മറുപടി ഉണ്ട്. അയാൾ തയ്യാറായിട്ട് തന്നെ വന്നു, വെറുതെ ചോദ്യം ചോദിക്കാൻ പാടില്ലല്ലോ, ഒരു ബോധത്തിലായിരിക്കണം ചോദിക്കേണ്ടത്. ഞാൻ കുറേ നിസ്കരിച്ചിട്ട് നോമ്പ് ഇട്ടിട്ടൊന്നുമില്ല, കുറേ നോമ്പ് നിസ്കാരമൊന്നും എനിക്കില്ല. ഇല്ല യുഹിബ്ബുല്ലാഹു വറസൂലുഹു, എനിക്ക് അള്ളാഹിനോട് റസൂലിനോട് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നോമ്പൊക്കെ കുറവാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ മർഉ മൻ അഹബ്ബ, നീ അവിടെ ഉണ്ടാവും, അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാകും. ഏതൊരു മനുഷ്യനും അവൻ ആരിഷ്ടപ്പെടുന്ന അവരെ കൂടെ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത എന്ന രീതിയിൽ അറിയിക്കുകയാണ്. ഈ ഒരു ഹദീസ് അള്ളാഹിൻ്റെ റസൂല് മിമ്പറുമെന്നങ്ങ് പറഞ്ഞോടുകൂടി ഉണ്ടായൊരു സംഭവം എന്താ പറയുക, നിങ്ങൾ കുറിച്ച് വെച്ചോ അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചോ. ഫമാറ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ സഹാബി വര്യൻ പറയാണ്, ഫമാറ ഈത്തുൽ മുസ്ലിമീന ഫരിഹു ബിശൈഇൻ ബഅദൽ ഇസ്ലാമി ഫറഹഹും ബിദാലിക, മുസ്ലിമായ നേരത്തെ അവർക്കുണ്ടായ സന്തോഷത്തിന് ശേഷം
എന്തൊക്കെ സന്തോഷം ഉണ്ടായിട്ടുണ്ടോ. പക്ഷേ ഇതുപോലെ സന്തോഷിച്ച ഒരു സമയം പിന്നെ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. മദീനത്തെ പള്ളിയിൽ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അള്ളാഹു ആ മിമ്പർ കാണാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ വാക്ക് മൊഴിഞ്ഞ മിമ്പർ മദീനയിലുണ്ടല്ലോ, ഈ വാചകം മൊഴിഞ്ഞ മിമ്പർ മദീനയിലുണ്ടല്ലോ. അള്ളാഹു അത് കാണാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അറാബി അവിടെ ചെന്നാണ് ചോദിച്ചത്, മദീനയിലെ പള്ളി ചെന്നിട്ട്, കുറേ ധിക്കാരം നോമ്പൊന്നുമില്ല, എനിക്ക് അള്ളാഹിനോട് റസൂലിനോട് ഇഷ്ടമാണ്. ഇത് മുത്തുനബി മിമ്പറിൽ നിന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ വർത്താനം, ഞങ്ങൾക്ക് മുസ്ലിമായ സമയത്തുണ്ടായ സന്തോഷത്തിന് ശേഷം ഇതുപോലെ ഒരു സന്തോഷം മുസ്ലിമീങ്ങൾക്ക് വേറെ ഉണ്ടായിട്ടില്ല. പള്ളിയിൽ കിടന്നിട്ട് മുസ്ലിമീങ്ങൾ ആഘോഷിക്കായിരുന്നു ഈ വാക്ക്. കാരണം അമലൊക്കെ കുറഞ്ഞ ആൾക്കാരായിരിക്കുമല്ലോ, പക്ഷെ അള്ളാഹിനോട് റസൂലിനോട് ഭയങ്കര ഇഷ്ടം, വല്ലാത്ത ഇഷ്ടം. അള്ളാഹു നമുക്കത് പ്രദാനം ചെയ്യട്ടെ. മൻ അറഫ റബ്ബഹു അഹബ്ബഹു. ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞൊരു വർത്തനാണ്, പടച്ചോനെ മനസ്സിലാക്കിയ അള്ളാഹിനോട് ഇഷ്ടം ഉണ്ടാകും. ദുന്യാവ് എന്താന്ന് മനസ്സിലാക്കിയാൽ ദുന്യാവിനോട് താല്പര്യം ഉണ്ടാകില്ല. ദുന്യാവ് എന്താന്ന് മനസ്സിലാക്കിയാൽ ദുന്യാവിനോട് താല്പര്യം ഉണ്ടാവില്ല. അള്ളാഹിനെ മനസ്സിലാക്കിയാൽ അള്ളാഹിനോട് ഭയങ്കര താല്പര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് സംഭവം. ഈസാ നബി അലൈഹി ഇസ്ലാമേ ഒരു കഥ പറയാം. ഈസാ നബി അലൈഹി ഇസ്ലാം മൂപ്പര് സാഹിദാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം ദുന്യാവൊന്നും കൈവെക്കാത്ത ആളാണ്. മൂപ്പര് ഒരു വൈക്കങ്ങനെ കടന്നുപോയി. സാഹിദീങ്ങളുണ്ട്, ദുന്യാവിനോട് തീരെ താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. ഇപ്പം മരിച്ച മുടിക്കോട് മുഹമ്മദ് മുസ്ലിയാരെ കയ്യിൽപ്പെട്ടത്, അതിനിപ്പോൾ കഴിഞ്ഞ ആഴ്ച മരിച്ച്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് മൂപ്പരെ കുറിച്ച്. ദുന്യാവ് എന്ന് പറഞ്ഞാൽ മൂപ്പരെ കൽബിലില്ലാത്തൊരു മനുഷ്യൻ, ഒരു പൈസയും കയ്യിൽ വെക്കാതെ എല്ലാം, ദുന്യാവിനോട് ഒരു താല്പര്യമില്ലാന്ന് അവരെ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. വലിയ മഹാനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, വലിയ ഫഖീഹായിരുന്നു, നൂറുകണക്കിന് നിശമാർ ഉസ്താദായിരുന്നു. ആളുകളൊക്കെ മൂപ്പരെ കുറിച്ച് മാതൃക പറയുന്നത് സാഹിദ് എന്നാണ്. അള്ളാഹ് മാത്രം, ദുന്യാവിനോട് ഇഷ്ടമല്ല, അള്ളാഹു മാത്രം, തവക്കുലും യഖീനും മാത്രം. അപ്പോൾ അള്ളാഹു നമ്മളൊക്കെ ആ മക്കാമിൽ എത്തിക്കട്ടെ. പടച്ചോന് ആ മഹബത്ത് പഠിച്ചാൽ നമുക്ക് തന്നാൽ മതി, അള്ളാഹിനോട് റസൂലിനോടുള്ള മഹബത്ത്. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം ഒരു 3 ആൾക്കാർ കരുക നടന്നു പോയി. അപ്പോൾ ഈ 3 ആൾക്കാർ ഇബാത്തെടുത്തിട്ട് ശരീരമൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്, നിറമൊക്കെ മാറിയിട്ടുണ്ട്. അത് നഹലത്ത് അബുദാനുഹും തഗയ്യർത്ത് അൽവാനുഹും. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അല്ല എന്താ പറ്റി നിങ്ങൾക്ക്, എന്താ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പറഞ്ഞു? അപ്പം പറഞ്ഞു, നരകം പേടിച്ചിട്ട് ഞങ്ങളാകെ ക്ഷീണിച്ചു പോയതാണ്, നരകത്തിനെ പേടിച്ചിട്ട്, അൽ ഖൗഫ് മിനന്നാർ. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അള്ളാഹിനെ പേടിച്ചിട്ടല്ലേ, എന്നാൽ ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ ആൾക്കാർക്ക് നരകം ഉണ്ടാവില്ല പറഞ്ഞു. അള്ളാഹ് അങ്ങനെ പേടിക്കുന്ന ആൾക്കാർക്ക് നരകം കൊടുക്കില്ല, പടച്ചോനെ ഏറ്റിട്ടുണ്ട് എന്നാണ്. പിന്നെ ഒരു ടീമുണ്ട്, അപ്പോൾ അവർ ഇങ്ങനെ തന്നെ അതിനേക്കാളും മെലിഞ്ഞൊട്ടി ക്ഷീണിച്ചൊരു ടീമാണ്. അല്ല നിങ്ങളിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ ആയതെന്ന് ചോദിച്ചു. ആ ഷൗഖു ഇലൽ ജന്ന, സ്വർഗത്തേക്ക് എത്താനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ അമൽ ചെയ്തിട്ട് കഠിനാധ്വാനം ചെയ്യാണ് പടച്ചോൻ്റെ സ്വർഗം കിട്ടാൻ വേണ്ടിയെന്നാണ്. അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൽ എങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പടച്ചോൻ പാഴാക്കൂല, അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരുന്നതാണ്. പിന്നെ വേറൊരു ടീം, ഒരു 3 ആൾക്കാരുണ്ട്, ഒക്കെ 3 ആൾക്കാരാണ്. അപ്പോൾ അവരാണെങ്കിൽ ഈ 2 ടീമിനേക്കാളും ശരീരം മെലിഞ്ഞ് ആകെ വിവരണമായൊരവസ്ഥയിലുള്ളത്. പക്ഷേ അവർ മുഖത്ത് ഇങ്ങനെ പ്രകാശം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. അല്ല എന്താ ഇപ്പം നിങ്ങൾക്ക് പറ്റിയത്, ഈ അവസ്ഥയ്ക്കൊക്കെ നിങ്ങൾ എത്താൻ കാരണം എന്താണെന്ന് ചോദിച്ചു ഈസാ നബി അലൈഹി ഇസ്ലാം. അപ്പോൾ നുഹിബ്ബുല്ലാഹ അസ്സ വജല്ല, ഞങ്ങൾക്ക് അള്ളാഹിനോട് ഇഷ്ടമാണ്, പടച്ചോനോട് ഇഷ്ടമാണ്. പടച്ചോനോടുള്ള ഇഷ്ടം പറയാൻ എനിക്ക് അർഹതൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ ബർക്കത്തിൽ, നിങ്ങളൊക്കെ ദുആഇൻ്റെ ബർക്കത്ത് കൊണ്ട് അത് പടച്ചോൻ എനിക്ക് തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് പറയാനൊന്നും ഞാൻ ഒരിക്കലും അർഹനല്ല. എന്നാലും റുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ മുബല്ലഗിൻ, സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്, എത്തിക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ, എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരെക്കാളും കൂടുതൽ ബോധമുള്ളവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒരു ബർക്കത്തുകൊണ്ട് നമുക്ക് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഇതൊന്നും ഞാൻ പറയാനോ ക്ലാസ് എടുക്കാനോ ഒരിക്കലും അർഹനല്ല. അള്ളാഹു നമ്മളൊക്കെ അവൻ്റെ മുഹിബ്ബീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് അള്ളാഹിനോട് ഇഷ്ടമാണ്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞൊരു വർത്താനുണ്ട്, അന്തുമുൽ മുഖറബൂൻ അന്തുമുൽ മുഖറബൂൻ അന്തുമുൽ മുഖറബൂൻ. ഒന്നാമത്തെ പാർട്ടിനേക്കാളും രണ്ടാമത്തെ പാർട്ടിനേക്കാളും അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നിങ്ങളാണ്. നിങ്ങളാണ് പടച്ചോൻ്റെ അടുപ്പക്കാർ, നിങ്ങളാണ് പടച്ചോൻ്റെ അടുപ്പക്കാർ.
നിങ്ങളാണ് പടച്ചോൻ്റെ അടുപ്പക്കാർ എന്ന്. സരീയു സഖത്ത് റഹ്മത്തുള്ളാഹി പറയുന്ന ഖിയാമത്ത് നാളാകുമ്പോൾ അമ്പിയാക്കളെ പേര് വിളിച്ചിട്ടാണ് അള്ളാഹു എല്ലാ ഉമ്മത്തിനെയും വിളിക്കുക. യാ ഉമ്മത്ത മൂസ, യാ ഉമ്മത്ത ഈസ, യാ ഉമ്മത്ത മുഹമ്മദ്. ഖൈറുൽ മുഹിബ്ബീനില്ല, അള്ളാഹിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഒഴികെയുള്ള ഉമ്മത്ത് മുഹമ്മദ് എന്നാണ് വിളിക്കുക. അള്ളാഹിൻ്റെ മുഹിബ്ബീങ്ങളായ ആൾക്കാരെ വിളിക്കൽ യാ ഉമ്മത്ത് മുഹമ്മദ് എന്നല്ല. യാ ഔലിയാ അല്ലാഹ് ഹലുമു ഇലല്ലാഹ്, അവരെ വേറെ വിളിക്കും അത്രേ. അള്ളാഹുവിൻ്റെ മുഹിബ്ബീങ്ങളെ വേറെ വിളിക്കും, ഉമ്മത്ത് മുഹമ്മദിനെ അല്ലാതെ. യാ ഔലിയാ അല്ലാഹ് ഹലുമു ഇലല്ലാഹ്, അള്ളാഹിൻ്റെ ഔലിയാക്കളെ നിങ്ങൾ അള്ളാഹിൻ്റെ അടുത്തേക്ക് വരി എന്ന് പറയും. അപ്പോൾ സന്തോഷം കൊണ്ട് ഹൃദയം ഇങ്ങനെ പൊട്ടും, അവരുടെ ഹൃദയം ഇങ്ങനെ പൊട്ടിത്തെറിക്കാനാകുമെന്ന് റസൂലുള്ളാഹി പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം. അള്ളാഹുവിൻ്റെ മഹബത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ തീരാത്ത അത്രയും ഹദീസുകളും സംഭവങ്ങളുണ്ട്. അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് എന്നവരെ കുറിച്ച് ഉദ്ധരിക്കുന്നുണ്ട്. ഒരാളിങ്ങനെ ഐസിൽ നിൽക്കുന്നുണ്ടെന്നാണ്. ഒരു മനുഷ്യൻ, അയാളിങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു ഐസിൽ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് തണുപ്പൊന്നുമില്ല ചോദിച്ചു. അമാ തജിദുൽ ബറദ, തണുപ്പൊന്നുമില്ല ചോദിച്ചു. അപ്പം മൂപ്പര് പറഞ്ഞ മറുപടി, മൻ ശഗലഹു ഹബ്ബുല്ലാഹി ലം യജിദുൽ ബറദ, അള്ളാൻ്റെ ഹുബ്ബുള്ള ആൾക്ക് എങ്ങനെ തണുപ്പുണ്ടാവുമോ? അള്ളാൻ്റെ ഹുബ്ബുള്ള ആൾക്ക് എങ്ങനെ തണുപ്പുണ്ടാവുമോ? മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, കേട്ടില്ല നിങ്ങൾ? ഒരടിമയായിരുന്നു, പാവപ്പെട്ടൊരടിമ, എത്യോപ്യനായിരുന്നു. നല്ല ശബ്ദം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിച്ച മഹാന. അള്ളാഹിൻ്റെ റസൂൽ മൂപ്പർക്ക് സമ്മാനവും കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ മുത്തുനബിൻ്റെ പള്ളിയിൽ ബാങ്ക് കൊടുക്കണം, മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുക്കണം, വല്ലാത്തൊരു പദവി അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് കൊടുത്തത് എന്തുകൊണ്ടാണ്? അള്ളാഹിൻ്റെ ദീനിൽ അള്ളാഹിനെ മഹബത്ത് വെച്ചുകൊണ്ടാണ്. നട്ടുച്ച സമയത്ത്, നിങ്ങളൊക്കെ ഗൾഫ് പോയില്ലേ മക്കളെ, സുഹൃത്തുക്കളെ? നല്ല ചൂടുള്ള കാലത്ത്, തണുത്ത ആ ചൂടുള്ള കാലത്ത് നട്ടുച്ച സമയത്ത് അയാളുടെ ശത്രു ഉമയ്യത്ത് മരുഭൂമിയിൽ കൊണ്ടുപോയി കിടത്തും, അഥവാ വെയിലത്ത് കൊണ്ടുപോയി കിടത്തും. എന്നിട്ട് നെഞ്ചത്ത് പാറക്കല്ലെടുത്ത് വെക്കും. ഒരേ ഒരാവശ്യം, ഇസ്ലാം ഒന്ന് പിന്മാറണം. മൂപ്പര് പറയുന്ന വർത്താനം എന്താ അറിയോ? അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു ഏകനാണ്, അള്ളാഹിനോട് ഇങ്ങോട്ട് മഹബത്ത്. പിന്നെ മൂപ്പർക്ക് വെയിലും പ്രശ്നമല്ല, നെഞ്ചത്തെ പാറക്കല്ലും പ്രശ്നമല്ല, ഉമയ്യത്തിൻ്റെ കിങ്കരന്മാർ മൂപ്പരെ ചാട്ടമാറ് കൊണ്ട് തുരുതുര അടിക്കുന്നതും പ്രശ്നമല്ല. അതൊക്കെ അള്ളാഹു അഹദ്. മൂപ്പരതാ പറഞ്ഞിരുന്നത്, അള്ളാഹു ഏകനാണ്, ഞാൻ ശിർക്ക് വെക്കൂല. നിരന്തരമായ പീഡനം, ദിവസങ്ങളോളം നീണ്ട പീഡനത്തിൽ ഇനി അദ്ദേഹം ദാഹിച്ചിട്ട് മരിക്കും എന്ന് തോന്നുന്ന സമയത്ത് അയാളെ ബിലാലിനെ അടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകും. പിറ്റേന്ന് ആവർത്തിക്കും. ഇത് കണ്ട മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പൈസ കൊടുത്തിട്ട്, വൻ പൈസ കൊടുത്തിട്ട്, ഇതൊക്കെയാണ് പൈസ ചെലവാക്കുകയാണ് അള്ളാഹു തആലാന്റെ മാർഗത്തിൽ, വൻ പൈസ കൊടുത്തിട്ട് മോചിപ്പിക്കുകയാണ് ഇസ്ലാമിനു വേണ്ടി. ഒറ്റ വർത്താനം, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. അത് മൂപ്പര് വിടൂല. ഇത് മഹബത്താണ്. പരീക്ഷണങ്ങളിലാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമുക്ക് തിരിയുക. രോഗം വരുമ്പോഴാണ് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടോ അല്ലേ നമുക്ക് തിരിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹിബ്ബീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക വ ഹുബ്ബ അമലി യുഖർരിബുനാ ഇലാ ഹുബ്ബിക. അല്ലാഹുവേ, നിൻ്റെ മഹബത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആ മഹബത്ത് വലിയൊരു പദവിയാണ്, അത് ചോദിക്കാനൊന്നും ഞങ്ങൾക്ക് അർഹതല്ലെങ്കിലും അല്ലാഹുവേ, നിൻ്റെ റഹ്മത്ത് കൊണ്ട് അതിൻ്റെ ഒരു രുചി ഞങ്ങൾക്ക് നീ അനുഭവിപ്പിക്കണേ റഹ്മാനെ. ഹജ്ജ് ഉംറ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അല്ലാഹുവേ, ഈമാൻ കൊണ്ട്, ഈമാനിൻ്റെ അടിസ്ഥാനമായ ആ സ്വഭാവം കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നീ നിറച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്നോടും നിൻ്റെ ഹബീബായ മുത്തുനബിയിലുള്ള മഹബത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വറഹംനാ വലിവാലിദീന വലിവാലിദീന വലിഔലാദിന വലിഅസ്വാജിന. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വഗ്ഫിർ ലഹും. അല്ലാഹുമ്മ റഹംനാ വറഹംഹും. അല്ലാഹുമ്മ ജഅൽനാ വഇയ്യാഹും മിൻ ഔലിയായിക വഇബാദിക സ്വാലിഹീൻ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.